തിരുമുല്ല വാരത്തെ ബലിതർപ്പണ ചടങ്ങിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ച് ഹൈക്കോടതി. കർക്കടകവാവ് ദിവസം അഭിഭാഷക കമ്മീഷൻ സ്ഥലം സന്ദർശിക്കും. പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് വിഷയം ഹൈക്കോടതി പരിഗണിച്ചത്. തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ടൗൺ പ്ലാനറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ട് ഹാജരുമായി. രേഷ്മ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. രേഷ്മ, എന്തായാലും നേരിട്ടെത്തി കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. മറ്റെന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞത്? ആര്യ, തിരുമുല്ല വാരത്തെ ബലിതർപ്പണ ചടങ്ങുകൾ സംബന്ധിച്ച് എല്ലാ വർഷവും ഹൈക്കോടതി ഇടക്കാല ഉത്തരവുകളൊക്കെ തന്നെ പുറപ്പെടുവിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഇന്ന് സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്താനായിട്ട് അഭിഭാഷക കമ്മീഷനെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ നിയോഗിച്ചിട്ടുള്ളത്. അഭിഭാഷക കമ്മീഷൻ കർക്കിടകവാവ് ദിവസം തിരുമുല്ല വാരം ക്ഷേത്രം സന്ദർശിച്ച് അവിടുത്തെ ചടങ്ങുകൾ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏത് വിധത്തിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് പരിശോധിച്ച് വിലയിരുത്തി അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. കഴിഞ്ഞ വർഷം ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ടൗൺ പ്ലാനർ ഉൾപ്പെടെയുള്ള ആളുകളും നേരിട്ട് ഹൈക്കോടതിയിലെത്തി ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ ഏത് വിധത്തിലാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ ആസൂത്രണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അഭിഭാഷക കമ്മീഷൻ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ 1-ാം തീയതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലാണ് ഈ ലേഔട്ട് പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിയത്. ആദ്യഘട്ടത്തിൽ ഈ ലേഔട്ട് പ്ലാനിന് ചില തിരുത്തലുകളൊക്കെ തന്നെ വരുത്താനായിട്ട് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ തിരുത്തൽ വരുത്തിയുള്ള പ്ലാനുകൾ അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് അത് പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും 12-ാം തീയതിയാണ് വാവ് ദിവസം. ആ ദിവസം കൃത്യമായിട്ട് ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അഭിഭാഷക കമ്മീഷൻ ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ട് വിലയിരുത്തുക.